പ്രിയ സഹോദരങ്ങളെ, ഞാൻ രാവിലെ നിങ്ങൾക്ക് മനപ്രയാസം തരാനല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാൻ. അത് വലിയ അറിവൊന്നുമില്ല എങ്കിലും നിങ്ങൾ പേപ്പർ വായിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് എങ്കിലും ഒന്നും ചിന്തിക്കുന്നില്ല. ഞാൻ എനിക്ക് വേണ്ടി മാത്രമുള്ള ചിന്തയാണ് ഇന്ന് നമുക്കെല്ലാവർക്കും. ഇന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തെയും മതത്തെയും കുറിച്ച് രണ്ടും ഒരേ പാരലൽ ലൈനിലാണ് സഞ്ചരിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളാണ്. അവരുടെ രണ്ട് കൂട്ടരുടെ ഉദ്ദേശം അവർക്ക് സുഖമായി ജീവിക്കണമെന്നേ ഉള്ളൂ. ഇടയ്ക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യും, അത് പൊക്കിപ്പിടിച്ച് പറയും. എന്നാൽ അത് പോട്ടെ, അതല്ല ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം. ഓട്ടോ സഭയ്ക്ക് ഭയങ്കര പ്രയാസം. ചാണ്ടിയുമ്മന് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്ന്. എന്തുകൊണ്ട് ഓട്ടോ സഭയ്ക്ക് ആ ചിന്ത വന്നു? ദൈവം 10 കൽപ്പന തന്നതിൽ തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ എന്ന് വേർതിരിവില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. ഞാൻ ചാകാൻ പോകുമ്പോൾ ഞാൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ നോക്കിയിട്ടാണോ ഒരാൾ എൻ്റെ വായിലോട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു തരാൻ പോകുന്നത്? അതാണോ ദൈവം പറഞ്ഞത്? ഇവിടെ ചാണ്ടിയുമ്മൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ. അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിന് ഏതൊക്കെ വഴി കൂടെ പോകണമെന്ന്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഓട്ടോ സഭയ്ക്ക് ഇത്ര വലിയ കഴപ്പ്? അത് മെത്രാന്മാർക്ക്, ആ ഉണ്ടക്കണ്ണൻ യൂലിയോസിന്, പിന്നെ യാക്കോബായിന്ന് ചാടി വന്ന് ഇവിടുന്ന് വീണ്ടും വിടുക പറയുന്ന ഒരു മെത്രാനുണ്ട്, അവനും കൂടെ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ കുപ്പായം വിട്ടത് എന്തുകൊടുക്കാനാ? നിങ്ങൾ ചാണ്ടിയുമ്മനെ മന്ത്രിയാക്കിയിട്ട് ഓട്ടോ സഭയ്ക്ക് എന്ത് സാധിക്കാനാ? ചാണ്ടിയുമ്മൻ്റെ വഴിക്ക് അവൻ്റെ ജോലി നോക്കിക്കോളും. അല്ലാതെ നിങ്ങൾ ചാണ്ടിയുമ്മനെ മന്ത്രിയാക്കണം, അത് ഓട്ടോ സഭയുടെ അംഗമായതുകൊണ്ട്. നിങ്ങൾക്ക് എന്ത് സാധിക്കാനാ? നിങ്ങൾ ആരല്ല വിശ്വസിക്കുന്നത്? മനുഷ്യരിലോ ദൈവത്തിലോ? ദൈവം പറഞ്ഞ എന്തുവാ? നീയൊക്കെ എങ്ങനെ ജീവിക്കണോ? നീയൊക്കെ ഈ കുപ്പായ വിട്ട് എന്ത് വേലയ്ക്ക് വേണ്ടിയാണ്? ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, എടാ കുഞ്ഞുങ്ങളെ, നിന്നേക്കാളൊക്കെ പ്രായമുണ്ടെനിക്ക്. എൻ്റെ ചെറുപ്രായത്തിലെ എന്നെ അച്ചപ്പെട്ടത് നടന്ന മനസ്സിലാക്കിയോ? ഞാൻ കുറതായി കാണിക്കാനാണെങ്കിൽ ഞാൻ കുപ്പായ വിട്ടാൽ മതിയായിരുന്നു. ഇത് നിങ്ങളോട് ഞാൻ പറയുക, എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇത് പറയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ക്രിസ്തീയ വേല ചെയ്യല്ലേ? ക്രിസ്തുവിൻ്റെ അനുയായികളല്ലേ? നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു, ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല. പിന്നെ എങ്ങനാ നീയൊക്കെ നിന്റെ സഭയിലെ വ്യഭിചരിച്ചും സുവർഗഭോഗികളുമായവരെല്ലാം സംരക്ഷിച്ച് നല്ല നല്ല ഉയർന്ന സ്ഥാനങ്ങൾ കൊടുത്തിരുത്തിയിരിക്കുന്നു. ചിലരെ അവിടെ ഇവിടെയെല്ലാം നല്ല വിശ്രമ കേന്ദ്രത്തിൽ വിശ്രമിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇല്ലൊക്കെ പറ. ഞാനിതൊന്നും അല്ല ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോകേണ്ട കാര്യം? നിങ്ങളുടെ ഇതാണോ, നിങ്ങളുടെ ജോലി ഇതാണോ നിങ്ങൾ ഏറ്റെടുത്തത്? അല്പസമയം കിട്ടുമ്പോൾ ലോകത്തോടെ ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ വിളിച്ചു പറയുക. ക്രിസ്തു എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തതെന്ന് പറഞ്ഞ് കേൾപ്പിക്കുക. ഇനിയും ഞാൻ ചോദിച്ചോട്ടെ, എടാ ഉണ്ടക്കണ്ണൻ യൂലിയോസേ,
അല്ല നീ GS സ്കോളേഴ്സ് ഒന്നും എനിക്ക് തോന്നി അടുത്ത മെത്രാൻ്റെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പുരോഹിതവർഗം എല്ലാം കൂടെ ഈ പരുമലയിൽ ഈ കൂടുതൽ എന്തിനാ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ഓട്ടോ സഭയിലെ പുരോഹിതന്മാർ വന്ന് പരുമലയിൽ മീറ്റിംഗ് കൂടുതൽ എന്തിനാ? ഇന്ത്യയെ രക്ഷിക്കാനോ കേരളത്തെ രക്ഷിക്കാനോ അതോ ക്രിസ്തുമതത്തെ രക്ഷിക്കാനോ? എന്താ ഉദ്ദേശം? നിങ്ങൾ ഒരു പ്രാവശ്യം പരുമലയോട് ചേർന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ചെയ്തതാ. നിങ്ങൾ ഈ അവസാന കാലത്ത് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം അതിനുള്ള ട്രെയിനിങ് ഞാൻ അവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസനങ്ങളെല്ലാം അവർ കിട്ടുന്ന സ്ഥലങ്ങളും എല്ലാ കെട്ടിടങ്ങളും എല്ലാം വാങ്ങിക്കൂട്ടി ഫാക്ടറി വരെ തുടങ്ങുന്നു. എന്തുകൊണ്ട്? നാളെ ദേവാലയത്തിൽ വിശ്വാസികൾ വന്നിരിക്കത്തില്ല. അപ്പോൾ വരുമാനമില്ലാതെ വരും. അപ്പോൾ എന്തെങ്കിലും വഴി വേണ്ട ജീവിക്കാനായിട്ട്. ഇത് വാങ്ങിക്കൂട്ടുന്ന വിശ്വാസികൾക്ക് വേണ്ടിയല്ല, ഈ പുരോഹിത വർഗങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി. ക്രിസ്ത്യാനി ഇന്നും വിദ്യയായിട്ട് അവർ ഈ പുരോഹിത വർഗത്തിൻ്റെ അടിമയായിട്ട് ജീവിക്കുക. ഞാൻ പറയുന്നത്, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് വേണമെങ്കിൽ പള്ളിയിൽ പോയാൽ മതി, വീട്ടിൽ ഇരുന്ന് ബൈബിൾ വായിക്ക്. ബൈബിൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാകത്തില്ലെങ്കിൽ അത് രണ്ടാമതും വായിക്കണം. വായിക്കുമ്പോൾ അത് ഒരു അധ്യായത്തിൻ്റെ 10 വാക്യം വായിച്ചാൽ പോരാ, അത് കഞ്ഞു വായിച്ചു വരുമ്പോൾ അത് ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഇന്ന് എല്ലാവരും പുരോഹിതൻ്റെ മെത്രാൻ്റെ കുപ്പായത്തിൻ്റെ അറ്റം പിടിച്ച് നടന്നോളി. യുവന്മാരാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഏത് വഴി പോയി എന്തൊന്നും എന്നെ ആരും അറിയിട്ടില്ല. എന്നാൽ ഓട്ടോ സഭയിൽ എത്രയോ പിള്ളേർ, നല്ല പഠിത്തം കഴിഞ്ഞ് പാവം പഠിച്ച് വിട്ട പിള്ളേർ നിൽക്കുന്നു. നിനക്കൊക്കെ അതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? അവരാരും അറിയപ്പെടാതെ പോകുന്ന മനുഷ്യരല്ല. എല്ലാ ഭദ്രാസനത്തിനും ഇടവകളിലും അറിയാം അവരെക്കുറിച്ച്. എന്തുകൊണ്ട് അവർക്കൊരു ജോലിയുടെ കാര്യം അവർക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ പറയാത്തത്? ഞാൻ പല ഉദാഹരണവും പറഞ്ഞുതരാം. നീയൊക്കെ ചാണ്ടിയമ്മനെ പിടിച്ച് കയറ്റി വെച്ച് അവൻ കൂട്ടു നിൽക്കുമെന്നാണ് വിചാരിച്ചല്ലേ? നിൻ്റെ കൊള്ളതായിരിക്കല്ലേ? അതൊക്കെ മനസ്സിൽ വെച്ചേരെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ചാണ്ടിയമ്മൻ ഈ വഴിക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞത്, വിശ്വാസികളെ, ക്രിസ്തീയ വിശ്വാസികൾ തന്നെ ലോകമേ ഈ പുരോഹിതവർഗം അല്ല ആത്മീയ വേലക്കാരുടെ പുറകെ പോകരുത്. ഹിന്ദുവിൻ്റെ ആണെങ്കിലും മുസ്ലിമിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും അവരെല്ലാം അവരുടെ സ്വാർത്ഥ മനോഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കത്തുള്ളൂ. നമ്മളതാ ഇന്ന് കാണുന്ന മുഴുവൻ. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഏതായാലും ഓട്ടോ സഭയിൽ ആണുങ്ങളെന്ന് പറഞ്ഞാൽ ഹിജറകളായിട്ടാണ് പുരോഹിതന്മാരും സ്ത്രീകളും കൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ പുരോഹിത വർഗത്തിൻ്റെ വലിയ കൂട്ടായ്മ എന്തുവാ? അതുപോട്ടെ ഭർത്തമറിയ സമാജത്തിൻ്റെ ഗംഭീര മീറ്റിംഗ് നടക്കുന്നു. ഇവിടെ പുരുഷന്മാരെഞ്ചി ആരാ വന്ന് അവിടെ ഇരിക്കുകയായിരുന്നു. ഹവ്വായിരുന്നു വെളിയിൽ. അവിടെ അടുത്ത് ആ സാത്താൻ പാമ്പിൻ്റെ വേഷത്തിൽ ചെന്ന് എല്ലാ കരുന്നിക്കത്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി.